ഹരഹരോ ഹരഹര. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനിരുദ്ധ തന്ത്രികളെയാണ്. അദ്ദേഹം ഈ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഇതിന് തുടക്കം കുറിക്കും. ഭദ്രദീപ പ്രകാശനം കഴിഞ്ഞാൽ ഉടനെ തന്നെ മേൽശാന്തി മുകളിലേക്ക് വന്ന് വിഗ്രഹവും പ്രതിഷ്ഠിച്ച് അതിനെ തുടർന്ന് ഗ്രന്ഥം എനിക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതിനകത്തേക്ക് യജ്ഞത്തിലേക്ക് കടക്കാൻ ഒരനുഗ്രഹ പ്രഭാഷണവും അനിരുദ്ധ തന്ത്രികളുടേതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. ആദ്യം ഭദ്രദൈവ പ്രകാശനം ബ്രഹ്മശ്രീ അനിരുദ്ധ തന്ത്രികൾ വടക്കുംപുറം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. തന്ത്രികൾ ഭദ്രദൈവം പ്രകാശിപ്പിക്കാൻ പോകുന്നു. ദേവചൈതന്യം ഉൾക്കൊള്ളുന്ന അകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ദീപമാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. ഹരഹരോ ഹരഹര, 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 ഹരഹരോ ഹരഹര. ഓം സനൽകുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദഃ പ്രചോദയാത്. ഓം സനൽകുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദഃ പ്രചോദയാത്. ക്ഷേത്രമേൽശാന്തി വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു.
ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു തന്നിട്ടുള്ളതായ ശ്രീനാരായണ ഗുരുദേവന്റെ ഉദ്ദേശശുദ്ധി 1063 അരുവിപ്പുറം പ്രതിഷ്ഠയോട് കൂടിയാണല്ലോ നമ്മുടെ പ്രതിഷ്ഠ ആരംഭിക്കുന്നത്. ഇന്ന് കലിയുഗത്തിന്റെ പ്രഥമപാദം 5100 ചില്ലാൻ കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ കലിയുഗം തുടങ്ങിയിട്ട് ഇനി 4,26,900 ചില്ലാൻ കൊല്ലം ഇനിയും കിടക്കുകയാണ്. പണ്ട് ഒരു ക്ഷേത്രത്തില് ഭാഗവത കഥാകഥനം നടക്കുകയാണ്. നിറഞ്ഞ സദസ്സായിരുന്നു. അദ്ദേഹം കടുകെട്ടി വേദാന്ത പദങ്ങളും ദുർഗ്രഹങ്ങളായ വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും പിറകിലിരുന്നവരൊക്കെ മെല്ലെ മെല്ലെ എണീറ്റ് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി ഇത്, പക്ഷേ ഏറ്റവും മുൻവശത്ത് ഒരു അമ്മ താടിക്ക് കൈയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് ഇങ്ങനെ ഉറ്റു നോക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് തോന്നി ഇത് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും യോഗമില്ല, പക്ഷേ ഈ അമ്മയ്ക്ക് ഇതുണ്ട്. അതുകൊണ്ട് ഈ അമ്മ മാത്രം അവശേഷിച്ചാലും ശരി, ഞാൻ ഈ കഥ പറഞ്ഞ് സമ്പൂർണ്ണമാക്കും. അങ്ങനെ നീണ്ട 4 മണിക്കൂർ കൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞ് സമ്പൂർണ്ണമാക്കി ഗ്രന്ഥമൊക്കെ തൊട്ട് നമസ്കരിച്ച് മടക്കി. അദ്ദേഹത്തിന്റെ സങ്കല്പം പോലെ അമ്മ മാത്രം അവശേഷിച്ചു. ബാക്കി എല്ലാവരും ആ സമയത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഗ്രന്ഥമൊക്കെ തൊട്ട് നമസ്കരിച്ച് ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ കലിയുഗത്തില് ഭഗവാന്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും യോഗമില്ല, അമ്മയ്ക്ക് അതുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും പോകുന്നത് കണ്ടിട്ടും ഞാൻ ഇത്രയും സവിസ്തരം ഈ കഥ പറഞ്ഞ് പൂർണ്ണമാക്കിയത്. ഞാൻ ഭഗവാന്റെ തിരുവവതാരം തൊട്ട് സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മ ഇപ്പൊ ചോദിച്ചോളാം. അപ്പൊ അമ്മ പറഞ്ഞ സ്വർഗാരോഹണോ, കഥയോ, അവതാരമോ, എന്താ അങ്ങ് പറഞ്ഞെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അങ്ങ് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പായിലാണ്. ഇതൊന്ന് നിർത്തി തരുവാണെങ്കിൽ ഞാൻ പോയി സുഖമായിട്ട് ഉറങ്ങിക്കോളാം. നമ്മുടെ ആൾക്കാര് നമ്മുടെ പുരാണത്തെക്കുറിച്ച്, ഇതിഹാസത്തെക്കുറിച്ച്, വേദത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, പൈതൃകത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എല്ലാവരും മൗനവ്രതമായിരിക്കും ആചരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന ദിവസങ്ങള് അമ്മ വന്നിരുന്നത് പോലെ അല്ലാതെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ഭക്തി. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹാ.